യുദ്ധം തുടങ്ങിയത് മുതൽ ഇത്രയേറെ പ്രാധാന്യമുള്ള ഹോർമൂസ് സ്ട്രെയിറ്റിലൂടെ കപ്പൽ ഗതാഗതം ഏകദേശം നിലച്ച മട്ടാണ്. ഹോർമൂസിലെ ട്രാഫിക് പഴയപടിയാകാത്തത് US നേവിയുടെ കഴിവുകേട് കൊണ്ടോ ഇറാനിയൻ നേവിയുടെ കഴിവുകൊണ്ടോ ഒന്നുമല്ല. അത് കൊമേഴ്ഷ്യൽ ഷിപ്പിങ്ങിലെ ഒരു വീക്ക് പോയിന്റ് കാരണമാണ്. നല്ലൊരു ഓയിൽ ടാങ്കറിന് ഏകദേശം 800 കോടി രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട്. അതിലെ കാർഗോയ്ക്ക് 10,200 കോടി രൂപ വില കാണും. രണ്ടും കൂടെ ചേർത്ത് 2,000-2,500 കോടി രൂപയുടെ മുതലാണ്. ഷിപ്പിംഗ് ഹൈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണ്ടുന്ന ഒരു ബിസിനസ്സാണ്. ഈ ഹൈ ക്യാപെക്സ് ബിസിനസ്സുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ റിസ്ക് മിറ്റിഗേഷന് ശേഷമാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ ആഘാതം ഓണറിലേക്ക് എത്താതെ കുറയ്ക്കുന്നതിനെയാണ് കൊമേഴ്ഷ്യൽ റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇത് സാധ്യമാകുന്നത് ഇൻഷുറൻസ് വഴിയാണ്. നീ കൊണ്ടുപോയിക്കോടാ മക്കളെ, എന്തെങ്കിലും വന്നാൽ ഞാൻ നോക്കിക്കോളാം എന്ന് ഷിപ്പ് ഓണറോട് ലിറ്ററലി പറയുന്ന ആൾക്കാരാണ് ഈ ഇൻഷുറൻസ് കമ്പനികൾ. ഇൻഡസ്ട്രിയുടെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ കാണാൻ സാധിക്കാത്തതും എന്നാൽ ഷിപ്പിങ്ങിൽ ഷിപ്പ് ഓണറേക്കാളും കാർഗോ ഓണറേക്കാളും ഈവൻ ഗവൺമെൻറ്റ്സിനേക്കാളും സേ ഉള്ള ആൾക്കാരാണ് ഈ ഇൻഷുറൻസ് കമ്പനികൾ. ഒരു ഷിപ്പിന് എസ്പെഷ്യലി ഒരു ഓയിൽ ടാങ്കറിന് ഒരു പോർട്ടിൽ കോൾ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ബ്ലൂ കാർഡ് സബ്മിറ്റ് ചെയ്യണം. ഇനി എന്താണ് ഈ ബ്ലൂ കാർഡ്? ഈ ഷിപ്പ് അവിടെ വന്ന് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടാക്കുകയാണെങ്കിൽ ആ നാശനഷ്ടത്തിൻ്റെ സാമ്പത്തിക ബാധ്യത ഞാൻ നികത്തിക്കൊള്ളാം എന്നൊരു ഇൻഷുറൻസ് കമ്പനി അവിടുത്തെ ഗവൺമെൻറ്റിന് നൽകുന്ന ഒരു ഗ്യാരണ്ടിയാണ് ഈ ബ്ലൂ കാർഡ്. അതില്ലെങ്കിൽ ഒരു ഷിപ്പിന് പോർട്ടിൽ ബർത്ത് ചെയ്യാനുള്ള അനുവാദം പോലും കിട്ടില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഷുറൻസ്. അതുമാത്രമല്ല, നമ്മുടെ ഷിപ്പിന് ഏതെങ്കിലും ബാങ്ക് ഫിനാൻസ് ചെയ്യണമെങ്കിൽ ഇൻഷുറൻസ് വേണം, ഷിപ്പിന് കാർഗോ ലഭിക്കണമെങ്കിൽ ഇൻഷുറൻസ് വേണം. ചുരുക്കി പറഞ്ഞാൽ ഇൻഷുറൻസ് ആണ് ഷിപ്പിനെ സീവർത്തിയാക്കുന്നത്. പ്രധാനമായിട്ടും ഒരു ഷിപ്പിന് 3 തരം ഇൻഷുറൻസ് ആണുള്ളത്. ഒന്നാമത്തേത് ഹൾ ആൻഡ് മെഷീനറി ഇൻഷുറൻസ്, അതായത് നമ്മുടെ ഷിപ്പിൻ്റെ ബോഡിക്കോ മെഷീനറിക്കോ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് കവർ ചെയ്യാനുള്ള ഇൻഷുറൻസ്. ഇത് നമ്മുടെ വണ്ടി ഇൻഷുറൻസിൻ്റെ ഓൺ വെഹിക്കിൾ ഇൻഷുറൻസുമായി കമ്പയറബിൾ ആണ്. രണ്ടാമത്തേത് P&I അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെംനിറ്റി ഇൻഷുറൻസ്, അതായത് നമ്മുടെ ഷിപ്പ് കാരണം ഏതെങ്കിലും തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ അത് കവർ ചെയ്യാനുള്ള ഇൻഷുറൻസ്. ഇത് നമ്മുടെ വണ്ടി ഇൻഷുറൻസിൻ്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസിന് കമ്പയറബിൾ ആണ്. മൂന്നാമത്തെ ഇൻഷുറൻസ് കാർഗോ ഇൻഷുറൻസ്, നമ്മുടെ കാർഗോയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് കവർ ചെയ്യാനുള്ള ഇൻഷുറൻസ്. ഈ സാധാരണ ഇൻഷുറൻസുകളൊന്നും വാർ സോണിലോ ഹൈ റിസ്ക് ഏരിയയിലോ ആപ്ലിക്കബിൾ ആവില്ല. അവിടെ നമ്മൾ ഒരു അഡീഷണൽ വാർ റിസ്ക് പ്രീമിയം എടുക്കേണ്ടതുണ്ട്. ഇത്തരം കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ അഡീഷണൽ വാർ റിസ്ക് പ്രീമിയം കുത്തനെ അങ്ങ് കൂടും, കവറേജ് കുറയുകയും ചെയ്യും. ഇത് ഇൻഷുറൻസ് കമ്പനികൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഒരു ഷിപ്പ് ഓണർ തൻ്റെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ അസസ് ചെയ്യുമ്പോൾ അവർക്ക് ഒട്ടും അട്രാക്റ്റീവായി തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇൻഷുറൻസ് കമ്പനികൾക്ക് കപ്പലുകൾ ഇത്തരം സോണുകളിലേക്ക് പോകാതിരിക്കുന്നതാണ് താല്പര്യം. അതിൻ്റെ കാരണം എത്ര കപ്പലുകൾ സേഫായി ട്രാൻസിറ്റ് ചെയ്യുന്നു എന്നതിലല്ല, ഒരു കപ്പലെങ്കിലും നശിപ്പിക്കപ്പെട്ടാൽ ഇവർക്കുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത വളരെ വലുതാണ്. ഷിപ്പിങ്ങിൽ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, 1 claim ഈസ് ബിഗ് ഇനഫ് ടു സിങ്ക് എ കമ്പനി എന്ന്. 1989 എക്സോൺ മൊബൈൽ ഓയിൽ കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള ഒരു ഓയിൽ ടാങ്കർ അലാസ്കൻ തീരത്ത് ഗ്രൗണ്ടായി ഒരു ഓയിൽ പൊല്യൂഷൻ ഉണ്ടാക്കി. ഏകദേശം $200 കോടി കമ്പനിക്ക് അതിൻ്റെ ക്ലീനപ്പിന് വേണ്ടി ചിലവാക്കേണ്ടി വന്നത്. എക്സോൺ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഓയിൽ കമ്പനികളിലൊന്നാണ്. ഈ സംഭവത്തോടെ അവർ തങ്ങളുടെ ഷിപ്പിംഗ് ബിസിനസ് തന്നെ അടച്ചുപൂട്ടിക്കളഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് ഇൻസിഡൻസോ ഫറ്റാലിറ്റീസോ ഒന്നും വേണ്ട, ഒരു ഇൻസിഡൻറ്റ് മതി ഈ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഈ ഹോർമൂസിലോടുള്ള പരിപാടികളെല്ലാം അടച്ചുപൂട്ടിക്കാൻ. ഇതാണ് ഇറാൻ്റെ തുറുപ്പുചീട്ട്.